ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോയിലെ ബാഗ് ഹോൾ വീഡിയോ ആണ്. കുറച്ചധികം തന്നെ ഉണ്ട്, 10 ബാഗ് ഉണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടുനോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ്, ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ വൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു, പീച്ച്, പിങ്ക്, അങ്ങനെ പിന്നെ വേറെയും ഗ്രീനും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 227 രൂപയാണ്. അടിപൊളി ക്വാളിറ്റി ആണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അകത്ത് ഇതിൻ്റെ കൂടെ കവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ബെൻഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ നടുക്ക് ഒരു കമ്പാർട്ട്മെന്റ് ആണ്, രണ്ടിനും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, 2 കമ്പാർട്ട്മെന്റ് ആയിട്ട്. നടുക്കൊരു സിബ്, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും അടിപൊളിയാണ്. ഇങ്ങനെ അപ്പോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു കോഫി കളറാണ്. ഇതിന്റെ ബ്ലാക്കും കൂടി അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 296 രൂപയാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ബാഗാണ്. ഇതിന്റെ ബ്ലാക്കും കൂടി അവൈലബിൾ ആണ്. ഇവിടെ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. വേറെ കമ്പാർട്ട്മെന്റ് ഒന്നുമില്ല, ഈ ഒരു ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ആ ഒരു കോഫി കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കളർ നോക്കുകയാണെങ്കിൽ. ഇതാണ് നെക്സ്റ്റ് ബാഗ്. ഇതിന്റെ ഒരു ബ്ലാക്കും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ. 2 കളറാണ്. നല്ല ക്ലാസ്സിൽ ലുക്ക് തരുന്ന അടിപൊളി ബാഗാണ്. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഇത് ജസ്റ്റ് പുറത്തോട്ട് പോകാനും കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അധിക സാധനങ്ങളൊന്നും കൊള്ളൂല. ഈ കാണുന്ന ആ ഒരു സൈസൊന്നും അകത്തില്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഇത്രയും ഓപ്പൺ ആവുന്നുള്ളൂ, അതായത് ഇത്രയും ഓപ്പൺ ആവും. പക്ഷെ അതിന്റെ അകത്തുള്ള കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് സൈസ് കുറവാണ്. ഈ ഒരു കാണുന്ന ഇതില്ല. സ്ലിംഗ് ബാഗിന്റെ സൈസ് ആണെങ്കിൽ നോർമൽ ഒരു സൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇതിന്റെ ഭയങ്കര ഭംഗി. പിന്നെ ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആണ് ഇതിന്റെ ഒരു നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. ഇതിന്റെ റേറ്റ് വളരെ കുറവാണ്, 148 രൂപയേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ 3 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോ ഇന്ന് എടുത്തിട്ടുള്ളത് പിങ്ക് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബാഗ് ആണ്. ഇത് കുറച്ചിങ്ങനെ ഒരു സോഫ്റ്റ് ടൈപ്പ്. സിബ് ആണെങ്കിൽ ഇത് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആണ്. സിബ് ഉണ്ട്, പക്ഷെ ഇത്രേ സിബ് വരുന്നുള്ളൂ. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. പിന്നെ അകത്ത് ഇവിടെ ഇങ്ങനെ ഇത്. പക്ഷെ ഇതിനെ കൊണ്ട് വല്ല കാര്യമൊന്നുമില്ല, ഇത് ഷോ മാത്രമാണെന്ന് തോന്നുന്നു. കാരണം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വേഗം ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വേറെ കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല. ഇത് അകത്ത് ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ട്. വേറെ തന്നെ ഒരു സ്മെല്ലുണ്ട് ഇതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ റേറ്റ് 211 രൂപ. ഇതിന്റെ 4 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു 4 കളറും പിന്നെ ഇഷ്ടാവുന്ന നോക്കിയിട്ട് സെലക്ട് ചെയ്തു. ഇതിന്റെ കുറച്ച് അത് നല്ലോണം സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് സാധനങ്ങൾ അധികം തന്നെ എടുക്കാൻ പറ്റും. കുറച്ച് വലിയ സൈസാണ് ഇത് വരുന്നത്, ബാഗ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്, സ്ലിംഗ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇതിന്റെ ബ്ലാക്കും വൈറ്റും അവൈലബിൾ ആണ്. റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ്, 114 രൂപയേ ഉള്ളൂ. നല്ല അത്യാവശ്യം സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ബാഗ് തന്നെയാണ്. ഈ ഒരൊറ്റ കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, നല്ല ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, നല്ല ഭംഗിയുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ 3 ബാഗ് ഒരുമിച്ച് വരുന്നതാണ്, സെറ്റ് ആയിട്ട് വരുന്നതാണ്.
ഇതിന്റെ റേറ്റ് വരുന്നത് 167 രൂപയാണ്. ഈ 3 ബാഗിനും 167 രൂപ വരുന്നുള്ളൂ. ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ചെറിയ ബാഗാണ് കേട്ടോ. ഈ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്കും വൈറ്റും ഗ്രേ ആണ്, 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്നിച്ച് വരുന്നതാണ്. ഈ ഒരു 3 കളർ സെറ്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ. ബ്ലാക്കിനും ആ ലൈന് ലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഒരു ബാഗാണ്. വൈറ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ബാഗാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ 3 ബാഗിന്റെ റേറ്റ് 167 രൂപയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു വൈറ്റ് ബാഗാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരത്തെ ആ ഗ്രീനും ഈ വൈറ്റും പിന്നെ ആ ഒരു കോഫി കളറുള്ള ബാഗാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. കളർ വൈസ് നോക്കുന്നതായിട്ടാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഇതിന്റെ ഇങ്ങനെ ഓപ്പണിംഗ് ആണ് വരുന്നത്. അകത്ത് നടുക്ക് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് സിബ് വരുന്നുണ്ട്. അതാണ് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത്, വേറൊന്നുമില്ല. പിന്നെ ബാക്കിൽ പ്ലെയിൻ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 256 രൂപയാണ്. സ്ലിംഗ് ബാഗായിട്ട് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാഗാണ്. ഇതിങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്ലിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഈ ഒരു 3 കളറും പിന്നെ ഈ 4 കളറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത ബാഗ് എന്ന് പറയുന്നത് കൊറിയൻ സ്റ്റൈലിലുള്ള ബാഗാണ്. കുട്ടികളെ ബാഗാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ഇതിന് വരുന്നത് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമാണ്. പിങ്ക് കളറിൽ വരുന്നിട്ടുള്ള പിങ്ക് സിബ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റേറ്റ് വരുന്നത് 317 രൂപയാണ്. ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ട്. എന്താണ് റാബിറ്റാ പൂച്ചയാ? റാബിറ്റാന്ന് തോന്നുന്നു അല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാഗ്. ഇതിന്റെ വേറെ ഒരു കളർ എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്ക് ഇവിടെ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. സ്ലിംഗ് ബാഗ് ആയിട്ടും ഹാൻഡ് ബാഗ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ഇങ്ങനെ പ്രസ് ബട്ടണാണ് വരുന്നത്. നടുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു സിബുള്ള കമ്പാർട്ട്മെന്റ് ആണ് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 231 രൂപയാണ്. പിന്നെ ഈ 2 കളറും കൂടി അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് പോലും ഇല്ല. കാരണം അതിലിങ്ങനെ ഫോട്ടോ കണ്ടിട്ട് എന്തോ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. കുറെ റിവ്യൂ കണ്ടിട്ടുണ്ട്. പക്ഷെ വന്നപ്പോ എന്തോ അത്ര എനിക്കെന്തോ അത്ര ഇഷ്ടമായിട്ടില്ല. ഷർട്ടിന്റെ ഒരു മോഡലാണ് വരുന്നത്. ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ. ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ബാക്കി സ്റ്റഡി ബാഗ് അല്ലാണ്ട് നോക്കുന്നെങ്കിൽ ഈ ബാഗ് എടുക്കാം. ഷർട്ട് മോഡൽ അല്ലെങ്കിലും അടിപൊളിയാവട്ടേനും. ഇതും ഇഷ്ടാവുന്നവരുണ്ടാവും അല്ലെ. ഇവിടെ ഇങ്ങനെ സിബ്ബ വരുന്നത്. അതിങ്ങനെ ഷോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വെക്കാനൊന്നും പറ്റുന്നില്ല. ഇതൊന്നും ഓപ്പൺ അല്ല, ജസ്റ്റ് ഷോ ആണ്. ബാക്കിലൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അകത്തൊന്നും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 277 രൂപയാണ്. ഈ 2 കമ്പാർട്ട്മെന്റാണ് വരുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതല്ല, ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ബാഗാണ് കേട്ടോ. മെറ്റീരിയൽ അടിപൊളി ക്വാളിറ്റി, നല്ല മെറ്റീരിയൽ ആണ്. ഇതിന്റെ വേറെ ഈ 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഷർട്ടിന്റെ ആ ഒരു ടൈപ്പ് മോഡലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാഗ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ബാഗും കൂടി ഉണ്ട്. ഈ ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടിയില്ല. സാധനം വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എത്തിയില്ല. പിന്നെ അപ്പോൾ അതിന്റെ വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.